ഹലോ, ഇന്ന് ഞങ്ങൾ തെമ്മല വരെ ഒന്ന് പോവാന്ന് വെച്ചു. നിങ്ങൾക്ക് ഇതേപോലത്തെ അമ്മായിയമ്മ ഉണ്ടോ? എവിടെയെങ്കിലൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് ചോറും കറിയൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ തരുന്ന അമ്മായി? ഇന്നും ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ്. അവൾ കുറേ നാളായിട്ട് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇറങ്ങിയതാണ് പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് അല്ല കേട്ടോ, എന്നെ മദ്രസയിൽ പഠിപ്പിച്ച എൻ്റെ ടീച്ചറാണ്. പിന്നെ ഞങ്ങളങ്ങ് ഫ്രണ്ട്സ് ആയത്. ഇതാണ് ആമിനയുടെ ഹസ്ബൻഡാണ്. അവർക്ക് 2 ബേബീസായിട്ടുള്ളത്. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഈ മാനിനെയൊക്കെ ഫസ്റ്റ് ടൈം കാണുമ്പോഴത്തേനാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പഠിക്കും. കുഞ്ഞിക്ക് മാത്രമല്ല, ഐനൂസിനും ഒക്കെ. അവരെല്ലാം ഫസ്റ്റ് ടൈം ആട്ടോ ഇത് കാണുന്നത്. പിന്നെ മാൻപാർക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കേട്ടോ. പിന്നെ വലിയവർക്ക് വേണ്ടിയിട്ട് അപ്പുറത്ത് വലിയൊരു ഊഞ്ഞാല് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനൊക്കെ കുറേ സ്പേസസ് ഒക്കെ ഉണ്ട്. കുഞ്ഞാണെങ്കിൽ എവിടെ ചെന്നാലും അവിടുത്തെ മണ്ണ് വാരുക, കല്ല് പറക്കുക, ഇതൊക്കെ തന്നെയാണ് പരിപാടീസ്. ഞാൻ വന്നത് തന്നെ ദേ ഇവിടെ കയറാൻ. ഒരു തവണ വന്നിട്ട് ഇത് ഓപ്പണിംഗ് അല്ലായിരുന്നു, ക്ലോസ്ഡ് ആയിരുന്നു പകുതി വരെ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇത്രയും നാളിൽ ആദ്യമായിട്ടാണ് ഞാൻ ദേ ഇതിലേക്കൂടെ കയറി പോകുന്നത്. ഒരുപാട് കാളി കുഞ്ഞ തറ ഇറങ്ങി ഓടണം ഇപ്പൊ. സുൽത്താനെ നമ്മള് അവിടുന്ന് സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോ റൈറ്റ് ആണ് വരേണ്ടത്. വന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു മുതുക്ക് പാറയുണ്ട്. ഇവിടെ കുറെ വള്ളിയൊക്കെ ഉണ്ട്. ഇവിടെ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്പേസ് ആട്ടോ. ഒരുപാടില്ലെങ്കിലും കുറച്ചൊക്കെ നടക്കാനുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ. അപ്പോൾ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഫുഡോ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. വരുവാണെങ്കിൽ ഉച്ച സമയത്ത് വരാതിരിക്കുക. രാവിലെ 10 മണിക്കോ 3 മണി ടൈമിലോ ഒക്കെ വരികയാണെങ്കിൽ ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ടിക്കറ്റ് ഒരു 150 രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരാൾക്ക്. അപ്പം ദേ ആ നീളത്തിൽ കാണുന്നില്ല, അവിടെയൊക്കെ ഓരോന്നും ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ മീനുകളൊക്കെ കണ്ടിട്ട് കുഞ്ഞുങ്ങളുടെ ചെറിയ ഇതൊക്കെ ഉണ്ട്. കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യിക്കാം. അത്രയൊക്കെ കാണത്തുള്ളൂ. ഞങ്ങൾ പോയത് തന്നെ, ഇവിടെ കയറിയത് തന്നെ 2 മണിക്കാണ്. എന്താണെന്നറിയില്ല, ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ വന്നുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല മഴയായിരുന്നു. ഇടയ്ക്കൊക്കെ ഇറങ്ങിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിക്കൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് സുന്ദരപാണ്ഡിപുരമെങ്കിലും പോകണമെന്ന് വിചാരിച്ചു. അത് നടന്നില്ല. പിന്നെ ലാസ്റ്റ് ടൈം പോയതുകൊണ്ട് അച്ചൻകോര വഴി കയറി. അവിടെയും ചെന്നത് അതിനേക്കാളും വലുതായിരുന്നു. ഒന്നും കാണാൻ പറ്റിയില്ല. രാത്രിയായിപ്പോയി. എവിടെ ചെന്നാലും ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. വെറുതെ അങ്ങ് പോവുക വരിക. അങ്ങനെ വീട്ടിലെത്തി. ഇനി വല്ല ഞം തിന്ന് കിടക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.